ഹായ് ഡോക്ടർ ഫാമിലി, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നമ്മൾക്ക് ഒരു സന്തോഷ വാർത്തകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡോക്ടർ ഫാമിലിക്ക് നമ്മൾ കിട്ടുന്നത്. കാരണം ഡോക്ടർ മച്ചാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് തിരുത്തി പറയുന്നൊരു സമയമാണ്. കാരണം ഒരു BB എന്നൊരു ഷോനെ കുറിച്ചിട്ട് ഓരോരുത്തരും ഇപ്പോൾ വന്നിട്ട് പുറത്തിറങ്ങി പറയുകയാണ് BB എന്നൊരു ഷോ വന്നിട്ട് ഒരു ഉഡായിപ്പാണെന്ന് പറയുന്ന ഒരു മട്ടിലാണ് ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മച്ചാൻ ഇതിനെക്കുറിച്ച് പണ്ടേ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ആർക്കും വന്നിട്ട് ഒരു ഡോക്ടർ മച്ചാനോടുള്ളൊരു ദേഷ്യവും ഡോക്ടർ മച്ചാൻ അലറുന്നു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു കളിയാക്കലുമായിരുന്നു ഡോക്ടർ മച്ചാൻക്കെതിരെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ മച്ചാൻ ചെയ്തതിൽ അന്ന് പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഇപ്പോൾ തെളിയുകയാണ്. കാലം തെളിയിക്കുമെന്ന് പറയില്ലേ, അതാണ് ഈ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മച്ചാനാണ് ശരി, ഡോക്ടർ മച്ചാൻ മാത്രമാണ് ശരി. അന്ന് ഞാൻ ഡോക്ടർ മച്ചാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്നും ഞാൻ ഡോക്ടർ മച്ചാനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരാളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്നതിൽ, ഇങ്ങനൊരു വ്യക്തിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പറയുന്നു BB കാരണമാണ് ഡോക്ടർ മച്ചാൻ ഈ ഒരു എല്ലാവരും അറിയപ്പെട്ട ഒരു കാര്യം BB കാരണമാണായിരുന്നത്. പക്ഷേ BB കാരണം ഡോക്ടർ മച്ചാൻ അറിയപ്പെട്ടുവെങ്കിൽ അതേ BB കാരണമാണ് ഡോക്ടർ മച്ചാൻക്ക് പല കാര്യങ്ങളും ഡോക്ടർ മച്ചാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ മച്ചാനായിട്ട് വലിച്ചു കീറാൻ കാരണം BB തന്നെയാണ്. അപ്പോൾ അവരുടെ ഉടായ്പ കാരണം തന്നെയാണ് ഡോക്ടർ മച്ചാനെ പുറത്ത് വന്നതും 70 ദിവസം ആ ഒരു ഡോക്ടർ മച്ചാൻ വിജയി എന്നറിഞ്ഞതും ഡോക്ടർ മച്ചാനെ പുറത്താക്കാൻ കാരണം ഇവർ വിചാരിച്ച ഒരാളെ വന്നിട്ട് അവിടെ ജയിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവർ വിചാരിച്ച ഒരാളെ അവർ ജയിക്കാൻ പറ്റിയില്ല. അവർ വിചാരിച്ച ഒരാൾ അതാരാണെന്ന് നമ്മൾ ഡോക്ടർ ഫാമിലി ആയ എല്ലാവർക്കും അറിയാം അതാരാണെന്ന്. പക്ഷേ ഡോക്ടർ മച്ചാൻ പുറത്തു വരികയും നമ്മൾ ഡോക്ടർ ഫാമിലി ആയ എല്ലാവരും ദിൽഷയെ വന്നിട്ട് നമ്മൾ ജയിപ്പിച്ചു. ദിൽഷയെ വന്നിട്ട് ഡോക്ടർ മച്ചാൻ പറഞ്ഞു ദിൽഷയെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ദിൽഷയെ ജയിപ്പിച്ചു. പക്ഷേ ആ ഒരു സ്ഥലത്ത് ആ ഒരു സമയത്ത് ദിൽഷയല്ലായിരുന്നു വിൻ ചെയ്യേണ്ടത്. അവർ വിചാരിച്ച ഒരു വ്യക്തിയായിരുന്നു വിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡോക്ടർ ഫാമിലി എല്ലാവരും കൂടി ഒത്തിപ്പിടിച്ച് ദിൽഷയെ നമ്മൾ ജയിപ്പിച്ചു. അത് നമ്മൾ ഡോക്ടർ മച്ചാൻക്കുള്ളൊരു വിജയമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ അതിനുള്ളൊരു നന്ദിയും കടപ്പാറൊന്നും ഇല്ലെങ്കിലും പക്ഷെ അന്ന് ജയിച്ചത് ഡോക്ടർ മച്ചാനാണ്. പക്ഷേ BB വന്നിട്ട് അന്ന് തോറ്റുപോയി. ഇപ്പോൾ BBയിൽ വന്നിട്ട് ഡോക്ടർ മച്ചാൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നു അവിടെ വിൻ ചെയ്യേണ്ടത്. അത് BB ഉദ്ദേശിച്ച ആളായിരുന്നു. പക്ഷെ അത് BBക്ക് കഴിഞ്ഞില്ല. കാരണം സീസൺ 4 ഭരണം ഡോക്ടർ റോബിൻ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സീസൺ 4 വന്നിട്ട് എന്തായാലും അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. BB ഡോക്ടർ മച്ചാൻ്റെ ഫുട്ടേജ് ഫസ്റ്റൊക്കെ വന്നിട്ട് ഡോക്ടർ മച്ചാൻ്റെ ഒவ்வொரு കാര്യങ്ങളും നമുക്ക് പുറത്തോട്ട് നമുക്ക് ലൈവിൽ നമുക്ക് കാണിക്കുകയായിരുന്നു. പിന്നെ വന്നിട്ട് ഡോക്ടർ മച്ചാൻ്റെ വീഡിയോസ് എല്ലാം വന്നിട്ട് കമ്മിയായി. ഡോക്ടർ മച്ചാൻ്റെ നല്ല കാര്യങ്ങളൊക്കെ കമ്മിയായി. ഡോക്ടർ മച്ചാൻ അലറുന്നതും ഡോക്ടർ മച്ചാൻ മോശമായ വാക്കുകൾ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കുന്നതൊക്കെയാണ് പിന്നെ ഡോക്ടർ മച്ചാൻ്റെ ഒരു വീഡിയോ ആയിട്ട് പുറത്ത് വരുന്നത്. ഒരു നെഗറ്റീവായിട്ട് ജനങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ഡോക്ടർ മച്ചാനെ കാണണം എന്ന് പറഞ്ഞിട്ട് അതിന് നെഗറ്റിവിറ്റീസ് ഒരുപാട് അവർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതിലൊന്നും ഡോക്ടർ ഫാമിലി ആയ ആരും അതിൽ വന്നിട്ട് വിശ്വസിച്ചില്ല. ഡോക്ടർ മച്ചാൻ തന്നെയാണ് ശരിയെന്നും ഡോക്ടർ മച്ചാൻ 70 ദിവസം അവിടെ നിന്നു. 70ാം ദിവസം ഡോക്ടർ മച്ചാൻ പുറത്തു പോയി. റിയാസ് എന്നൊരു വ്യക്തി ഉള്ളിലേക്ക് വന്നു ഡോക്ടർ മച്ചാനെ പുറത്തേക്ക് ഇറക്കി. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്ലാൻ ചെയ്ത ഒരു ഫിസിക്കൽ അസാൾട്ട് മാത്രമാണ്. കാരണം ഇതിൽ തന്നെ ഒരു പ്ലാനിങ് ഉണ്ട്. അവർ പ്ലാൻ ചെയ്തത് തന്നെയാണ് ഡോക്ടർ മച്ചാനെ പുറത്താക്കിയത്. അപ്പോൾ ഡോക്ടർ മച്ചാൻ അകത്തേക്ക് പോകുമ്പോഴും അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ സെലക്ട് ആയത് ഒരു നല്ല വ്യക്തികളും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നല്ല വ്യക്തികൾ കാരണമായിരിക്കും ഡോക്ടർ മച്ചാൻ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഡോക്ടർ മച്ചാൻ വോട്ട് കമ്മിയായിട്ട് ഡോക്ടർ മച്ചാൻ പുറത്ത് വരും, നമ്മൾ വിചാരിച്ച ആളായിരിക്കും ജയിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ സംഭവിച്ചു പോയത് ഈ BB വിചാരിച്ചതൊന്നും അവിടെ നടന്നതൊന്നും BBയിൽ ഡോക്ടർ മച്ചാന് കിട്ടിയ സപ്പോർട്ടൊന്നും ഒരാൾക്ക് പോലും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ BBക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന ആൾ വിൻ ചെയ്യണമെങ്കിൽ ഡോക്ടർ റോബിനെ പുറത്താക്കണം. എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരുന്നു. ഡോക്ടർ റോബിനെ ഒരു നല്ല ചെയ്താൽ പോലും അത് വന്നിട്ട് ഡോക്ടർ മച്ചാൻ എടുത്തു പറയുന്നില്ല. അത് ഡോക്ടർ മച്ചാൻ തെറ്റ് മാത്രം കാണുമ്പോൾ മാത്രം ചൂണ്ടിക്കാണിക്കായിരുന്നു. അത് മോഹൻലാൽ സാർ പോലും അതിന് വന്നിട്ട് ഉൾപ്പെടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്നറിയില്ല. പക്ഷേ അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അവർ പോലും ഡോക്ടർ മച്ചാൻ ഒരു പ്രാവശ്യം പോലും ഒരു നല്ലത് ചെയ്തൊരു കാര്യത്തിന് പോലും നല്ല വാക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഡോക്ടർ മച്ചാൻ വാണിംഗ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വാണിംഗ് കൊടുക്കുക, ഒരു 2ാമത്തെ വാണിംഗ് 3ാമത്തെ വാണിംഗ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അവർ തമ്മിലൊരു പ്ലാൻ ചെയ്ത് അവർ ബിഗ് ബോസ് എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്ത് ഡോക്ടർ റോബിനെ പുറത്താക്കി. ഇതിൽ തന്നെ നമുക്കൊരു പ്രൂഫ് വന്നു. ഇപ്പോൾ അഖിൽമാരാർ തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ റോബിൻ അന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ട് ഡോക്ടർ മച്ചാൻ ആ ഒരു സമയത്ത് പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് എല്ലാവരും ഡോക്ടർ റോബിനെ എതിരായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഡോക്ടർ റോബിനെ എതിരായിരുന്നപ്പോൾ ആരും ഡോക്ടർ റോബിനെ വിശ്വസിച്ചില്ല. ഡോക്ടർ റോബിനെ ട്രോളുകയും ഡോക്ടർ മച്ചാനെ അപമാനിച്ചു വിട്ടു എന്നും പറഞ്ഞിട്ട് അതിനെ ട്രോളുകയും ചെയ്യുന്നവർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ ഡോക്ടർ റോബിൻ തന്നെയല്ലേ ശരി? ഡോക്ടർ റോബിൻ അന്ന് പറഞ്ഞത് നിങ്ങളാരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് അഖിൽമാരാർ തന്നെ പറയുന്നു. വിൻ ചെയ്ത സീസൺ 5 വിൻ ചെയ്ത അഖിൽമാരാർ തന്നെ വന്ന് പറയുന്നു ബിഗ് ബോസ് എന്ന ഒരു ഷോ വന്നിട്ട് വെറും ഉടായ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ കണ്ടു. അതിൽ ഡോക്ടർ റോബിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മച്ചാൻ BBയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയും ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡോക്ടർ മച്ചാൻ അതിലുണ്ടായിരുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വേസ്റ്റ് ഇട്ട് അത് വന്നിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥ നമ്മളുടെ ഡോക്ടർ മച്ചാൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പോലും അതിനേക്കാൾ കൂടുതൽ BBയും അവിടെയുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും കൂടി നമ്മളുടെ ഡോക്ടർ മച്ചാനെ ഇട്ടിട്ട് വട്ടം കറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഡോക്ടർ മച്ചാൻ അതിൽ നിന്നും പിടിച്ച് 70 ദിവസം പിടിച്ചു.
പക്ഷേ ഒരു ഫിസിക്കൽ അസാൾട്ട് എന്ന ഒരു ഫേക്കായ ഒരു കാര്യം, കാരണം ഫിസിക്കൽ അസാൾട്ട് ഡോക്ടർ റോബിൻ ചെയ്തിട്ടില്ല. ആ ഒരു അസാൾട്ട് കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്നത് അഖിൽമാരാറും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അഖിൽമാരാറിനെ വന്നിട്ട് പുറത്താക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ഡോക്ടർ മച്ചാൻ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്ന എല്ലാവരെയും പുറത്താക്കണം. കാരണം റിയാസ് എന്നൊരു വ്യക്തിയാണ് ഫസ്റ്റ് ഡോക്ടർ മച്ചാൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്കൊരു അസ്വസ്ഥത നമുക്ക് ആർക്കാരും തോന്നുകയാണെങ്കിൽ അപ്പോൾ രണ്ടുപേരെയും നമ്മൾ പുറത്താക്കണമായിരുന്നു. പക്ഷേ ഡോക്ടർ റോബിന് മാത്രമായിരുന്നു അന്ന് പുറത്താക്കിയത്. പക്ഷേ ഒരു സീസണിലും ഇല്ലാത്തൊരു റൂൾസ് ആയിരുന്നു സീസൺ 4 വന്നിട്ട് അവർ കൊടുത്തൊരു റൂൾസ്. പക്ഷേ ഈ ഒരു സീസണിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ റൂൾസ് ഒന്നും ഇല്ല. അവിടെ ആ ഒരു സീസൺ കാണുമ്പോൾ തന്നെ അത്ര വൃത്തികെട്ട ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീബി ഒരു കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ബീബി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ മച്ചാൻ്റെ ഒരു കണ്ണീര് നമ്മളുടെ കണ്ണീര് നമ്മളുടെ സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ അതിനവർ പകരം തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ ശരിയാണെന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കുമെന്നല്ല പറയുന്നത്. അതേപോലെ തന്നെ ഡോക്ടർ റോബിൻ വിശ്വസിക്കുകയാണ്, ഞാൻ ചെയ്ത് തന്നെയാണ് ശരിയെന്ന് ഡോക്ടർ റോബിൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ ബീബിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഡോക്ടർ റോബിൻ്റെ മനസ്സിൽ ഞാൻ പോകില്ല, എനിക്ക് ജയിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഡോക്ടർ മച്ചാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എല്ലാവരും കൂടി ചേർന്ന് ഡോക്ടർ റോബിനെ പുറത്താക്കി. പക്ഷേ ഇന്ന് ഡോക്ടർ റോബിൻ മാത്രമാണ് ജയിച്ചത്. കാരണം ഒരു കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബീബിൻ്റെ ഉടായ്പകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും വരണം. അപ്പോൾ ഡോക്ടർ റോബിൻ ഇത്ര അവർ അപമാനിച്ച് വിട്ട് അതിനേക്കാൾ കൂടുതൽ ബീബിക്ക് വന്നിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണീരിന് എന്തായാലും ഒരു വിലയുണ്ട്. അപ്പോൾ ഡോക്ടർ മച്ചാൻ്റെ കണ്ണീരിനും തീർച്ചയായിട്ടും ഒരു വിലയുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം എന്തായാലും ഉണ്ടാവും. ഡോക്ടർ ഫാമിലിയായി എനിക്ക് ഡോക്ടർ മച്ചാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.